കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സഞ്ചാരിയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം നിരീശ്വരവാദത്തെ അനുകൂലിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ വമ്പിച്ച എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പൊതുവെ തീയന്മാരാണ്, അതായത് തീയിസ്റ്റുകളാണ്, ദൈവവിശ്വാസികളാണ്. അതേസമയം കേരളത്തിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗമായി അതീയന്മാർ അഥവാ എയ്ത്തിസ്റ്റുകൾ വളർന്നു വരികയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ സഹൃദയനും ജനപ്രിയനുമായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അതീയന്മാരുടെ എയ്ത്തിസ്റ്റുകളുടെ സ്വാധീനത്തിൽ വീണുപോയി ചില പരാമർശങ്ങൾ നടത്തിയത് വളരെ കഷ്ടമായിപ്പോയി. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും സംസ്കാരവും സാമൂഹ്യ ബന്ധങ്ങളും എല്ലാം മതവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കേരളത്തിലെ തീയന്മാർ അഥവാ തീയിസ്റ്റുകൾ അഥവാ ദൈവവിശ്വാസികൾ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഉണ്ടാക്കിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തന രീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിലും എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത് കേരളത്തിലെ തീയന്മാർ തന്നെയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഭൂരിഭാഗവും തീയന്മാരാണ്. എന്നിരിക്കെ അതീയന്മാർ അഥവാ എയ്ത്തിസ്റ്റുകൾ, നിരീശ്വരവാദികൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വർദ്ധിച്ചു വരുന്നതും ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള സ്വീകാര്യതയുള്ള വ്യക്തികൾ അവരെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്നതും സമൂഹത്തിന്റെ ഭാവിക്ക് ഗുണകരമാകില്ല എന്ന് നമുക്കറിയാം. മതവിശ്വാസം കുറയുമ്പോൾ മദ്യപാനവും ചൂതാട്ടവും വഴിവിട്ട ജീവിതശൈലിയും വർദ്ധിക്കുന്നു. മതവിശ്വാസമുള്ളവർ ദാനധർമ്മങ്ങൾ കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും സമൂഹത്തിൽ കൂട്ടായ്മയും പുരോഗതിയും ഉണ്ടാക്കുവാൻ സഹായിക്കുകയും ചെയ്യും. മതവിശ്വാസം കുറയുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയുവാൻ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യം, പ്രത്യേകിച്ച് നെതർലാൻഡ്സ് സന്ദർശിച്ചാൽ മതി. എന്നാൽ മതവിശ്വാസമുള്ള ആളുകൾ എത്ര ക്രിയാത്മകമായും പുരോഗമനാത്മകമായുമാണ് ജീവിക്കുന്നത് എന്നറിയുവാൻ ഇന്ത്യ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. അതുകൊണ്ട് തീയന്മാർക്കെതിരെ, അതായത് ഈശ്വരവിശ്വാസികൾക്കെതിരെ അതീയന്മാർ അഥവാ എയ്ത്തിസ്റ്റുകൾ നടത്തുന്ന ഈ കടന്നുകയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്.